എല്ലാവർക്കും നമസ്കാരം. ഭഗവത്ഗീതയും മഹാഭാരതവും വായിക്കുന്നവർക്കും അതുപോലുള്ള പ്രവാചകന്മാരുടെ പ്രവചനം കേൾക്കുന്നവർക്കും സാധാരണയായി കണ്ടുവരുന്ന ഒരു സംശയം തീർക്കാനാണ് ഞാനിവിടെ പറഞ്ഞത്. ഒരുപാട് ആളെ എന്നോട് ചോദിച്ചു, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എന്താ അത്? ശ്രീമദ് ഭഗവത്ഗീത, അതായത് ശ്രീകൃഷ്ണൻ അർജുനന് ഉപദേശിച്ചു കൊടുക്കുന്നതായ ലോകപ്രസിദ്ധമായ ഭഗവത്ഗീത എപ്പോഴാണ് ഉണ്ടായത്? കുരുക്ഷേത്ര യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പോ അല്ല മഹാഭാരതത്തിൻ്റെ മധ്യത്തിലോ ആണോ എന്നൊരു സംശയം. ഈ സംശയത്തിന് സംശയിക്കാം, അതിൽ യാതൊരു തെറ്റുമില്ല. അതിന് കാരണങ്ങളുണ്ട്. എന്താ വെച്ചാൽ നമുക്ക് ഗീത തന്നെ ആദ്യം തന്നെ എടുത്തു നോക്കാം. എന്താ പറയണം? ഗീതാ ധ്യാനത്തിൽ എന്താ പറയണം? ഓം പാർത്ഥായ പ്രതിബോധിതം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗൃഹീതം പുരാണമുനിന മധ്യേ മഹാഭാരതം. അതായത് ഓം പാർത്ഥായ പ്രതിബോധിതം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗൃഹീതം പുരാണമുനിനാം മധ്യേ മഹാഭാരതം, മധ്യേ മഹാഭാരതം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മധ്യത്തിലാണ് മഹാഭാരതം എന്ന് നമ്മൾ ഗീതാധ്യാനത്തിലൂടെ മനസ്സിലാക്കുന്നു. നോക്കിക്കോളൂ. ഇനി ഇതിൻ്റെ ആരംഭം, ഗീതയുടെ യഥാർത്ഥ ആരംഭത്തിൽ എന്താ പറയണം? ധൃതരാഷ്ട്രർ സഞ്ജയനോട് ചോദിക്കുന്നത് എന്താണ്? ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേതായുത്സവഃ മമത പാണ്ഡവച്ചൈവ കിമ കുർവത സഞ്ജയ. സഞ്ജയ, കുരുക്ഷേത്രം, ധർമ്മക്ഷേത്രം, അവിടെ നടക്കുന്നത് സംഭവങ്ങൾ ഇതുവരെ എന്ത് നടന്നു എന്നാണ്. പാസ്റ്റ് ടെൻസ് ആണ്, പ്രസന്റ് ടെൻസ് അല്ല. നടന്നു എന്നാണ് ചോദിക്കുന്നത്. അപ്പം അങ്ങനെ നോക്കിയാലും ഇത് ആദ്യമല്ല. ഇതൊരു വിചിത്രമായ ഒരു ചോദ്യമാണല്ലേ. അങ്ങനെ നോക്കിയാലും ആദ്യമല്ല, എങ്ങനെ നോക്കിയാലും ആദ്യമല്ല. പക്ഷെ ആദ്യത്തിലുള്ളതാണ് സംഭവിച്ചിരിക്കുന്നത്. അതിനെന്താ കാരണം നമുക്ക് ആലോചിക്കാം. വ്യാസഭഗവാൻ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തൻ്റെ പുത്രൻ, അതായത് ധൃതരാഷ്ട്രൻ, വ്യാസഭഗവാന്റെ പുത്രനാണ്, അറിയാമല്ലോ. അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, മഹാരാജാവേ, അരുത്, ഈ യുദ്ധം നിങ്ങൾ നിർത്തിവെക്കണം. ഇത് സാധാരണ യുദ്ധമല്ല, മഹാഭാരത യുദ്ധമാണ്. കോടിക്കണക്കിൽ ജനങ്ങൾ മരിച്ചു വീഴും, കോടിക്കണക്കിൽ വിധവകളാവും, കുട്ടികളില്ലാതാവും. അതുകൊണ്ട് നിർത്തിവെക്കണമെന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടും അദ്ദേഹം അത് കേട്ടില്ല. ഒടുവിൽ വേദവ്യാസൻ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു, ശരി, ഇതിൽ ഉണ്ടാകുന്ന വിളവ്, അതിൻ്റെ ബാക്കി ഭാഗം എന്തെല്ലാം സംഭവിക്കുന്നു, അത് നിങ്ങൾക്ക് നേരിൽ യുദ്ധത്തിൽ എന്തെല്ലാം സംഭവിക്കുന്നു എന്ന് നേരിൽ കാണാനുള്ള ഒരു അവസരം ഞാൻ ദിവ്യദൃഷ്ടിയിലൂടെ തരാം എന്ന് സ്വന്തം പുത്രനായ ധൃതരാഷ്ട്രരോട് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ധൃതരാഷ്ട്രം എന്തായാലും മറുപടി പറഞ്ഞറിയോ? ഹേ മഹർഷേ, വേണ്ട, എനിക്കത് കാണാൻ കഴിയില്ല, എനിക്ക് ആ അവസരം വേണ്ട. ആ ദിവ്യദൃഷ്ടി എൻ്റെ മന്ത്രിയായ സഞ്ജയന് കൊടുക്കുക, ഞാൻ സഞ്ജയനിലൂടെ കേട്ട് മനസ്സിലാക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു. അപ്പോൾ എത്ര പരമദ്രോഹിയാണ്, പരമപാപിയാണ്, നോക്കിക്കോളൂ. ഏതായാലും അദ്ദേഹത്തിൻ്റെ പാപങ്ങളെ പറ്റി നമ്മളവിടെ ചിന്തിക്കുന്നില്ല, ഇത് എവിടെ സംഭവിച്ചു എന്നാണ് ചിന്തിക്കുന്നത്. അപ്പോൾ ആ ഭാഗത്തിനെ പറ്റി നമുക്ക് വിട്ടുതള്ളാം. അദ്ദേഹം എന്ത് ചെയ്തു? വേദവ്യാസൻ എന്തു? ശരി, അങ്ങനെ തന്നെ ആവട്ടെ പറഞ്ഞ് സഞ്ജയന് ആ ദിവ്യദൃഷ്ടി കൊടുത്തു. എന്താണ് ദിവ്യദൃഷ്ടി? കുരുക്ഷേത്ര യുദ്ധത്തിൽ നടക്കുന്നത് എന്തെല്ലാം നടന്നുവോ നടന്നുകൊണ്ടിരിക്കുന്നുവോ എല്ലാം അപ്പോൾ എപ്പോൾ വേണമെങ്കിലും നേരിട്ട് കാണാം. അത് കണ്ട് ധൃതരാഷ്ട്രർക്ക് പറഞ്ഞു കൊടുക്കാം. അങ്ങനെ ഒരു ദൃഷ്ടി അദ്ദേഹത്തിന് കൊടുത്തു. അതായത് ഇവിടെ തന്നെ ഇരുന്നാലും ശരി, നേരിട്ട് നോക്കിയാൽ അവിടെ സംഭവിക്കുന്നതൊക്കെ കാണാം. പക്ഷേ അവിടെ ഒരു കണ്ടീഷണൽ ക്ലോസ് വെച്ചിരുന്നു. എന്താ അത്? യുദ്ധം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ദൃഷ്ടിയുടെ ഫലം ഇല്ലാതാവും. ഒന്ന്, യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ ഏത് സമയത്തിൽ വേണമെങ്കിൽ അവസാനം വരെ ഇത് ഉപയോഗിക്കാൻ കഴിയും. അങ്ങനെ രണ്ട് കണ്ടീഷൻ വെച്ചു.
ഇപ്പം എല്ലാത്തിലെയും കണ്ടീഷനാണല്ലോ പൊതുവെ. നമ്മളിപ്പോൾ ദേവന്മാരാത്ത ഗുരുവായൂർ അമ്പലം അല്ലെങ്കിൽ അതുപോലുള്ള ക്ഷേത്രങ്ങളിൽ പോയി കഴിഞ്ഞാൽ എന്താ ചെയ്യുക, നമ്മൾ കണ്ടീഷൻ വെച്ചിട്ടാ ഭഗവാനെ തൊഴുവോ. ഭഗവാനെ ഇപ്പോൾ എനിക്ക് തൊഴണേ, നമസ്കാരം, ലോകാസമസ്ത സുഖിനോ ഭവന്തു പറഞ്ഞ് ആരും തൊഴാറില്ല. എന്തു പറയും? ഈശ്വര, എൻ്റെ കുട്ടി എൻട്രൻസ് എക്സാമിനേഷൻ എഴുതുന്നുണ്ട്, അത് പാസ്സായി കഴിഞ്ഞാൽ ഞാൻ ഒരു 100 ഗ്രാമിൻ്റെ പാൽപ്പായസം തരാം. നോക്കിക്കോളൂ കണ്ടീഷൻ. പാസ്സായിട്ടുണ്ടെങ്കിൽ തരാം, പാസ്സായിട്ടില്ലെങ്കിൽ പായസം ഇല്ല എന്നർത്ഥം. അതല്ലേ എൻ്റെ അർത്ഥം. ഈശ്വര, എൻ്റെ കുട്ടി എൻട്രൻസ് എഴുതണം, അവൻ പാസ്സാണ്. കുട്ടി പഠിക്കണം, അതിന് ബുദ്ധി വേണേ, അതിന് സമയം തരണേ, അതിനുള്ള അനുഗ്രഹിക്കണേന്നല്ല ചോദിക്കുന്നത്. എൻ്റെ കുട്ടി എൻട്രൻസ് എഴുതാൻ പോകുന്നുണ്ട്, അതിന് ഞാൻ പാസ്സാക്കണം. കാരണം ലക്ഷക്കണക്കിന് ശമ്പളം കിട്ടുന്ന ജോലി കിട്ടാൻ വേണ്ടിയുള്ള പരീക്ഷയാണ് എൻട്രൻസ്. അത് പാസ്സായി കഴിഞ്ഞാൽ ഭഗവാന് കിട്ടാൻ വേണ്ടി എന്താണ്? 100 ഗ്രാം പാൽപ്പായസം, 10 ഒരു 100 റുപ്യ നോക്കിയാൽ 100 ഗ്രാം പാൽപ്പായസം. ആ കണ്ടീഷൻ വെച്ചിട്ടാണ് കൊടുക്കണം. പാസ്സായില്ലെങ്കിൽ ഗുരുവായൂരപ്പന് ഗോവിന്ദ. ഇനി ഈ കുട്ടി പാസ്സാവാൻ ഗുരുവായൂരപ്പന് പായസം കിട്ടണമെങ്കിൽ ഗുരുവായൂരപ്പൻ വേറൊരു ദേവനെ പ്രാർത്ഥിക്കണം. എന്താണ്? ഈശ്വര, പരമേശ്വര, ഈ കുട്ടി പാസ്സാവണേ, എന്നാൽ മാത്രമേ അവർ എനിക്ക് പാൽപ്പായസം തരൂ എന്ന് പരമേശ്വരനെ പ്രാർത്ഥിക്കണം. അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ ഗതികേട് നോക്കിക്കോളൂ. ഇതാണ് നമ്മളുടെ അവസ്ഥ. പക്ഷേ ഇവിടെയും അദ്ദേഹം ഒരു ക്ലോസ് വെച്ചു. എന്താണ്? യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ അവസാനം വരെ നിങ്ങൾക്ക് ഏത് സമയം വേണമെങ്കിലും കാണാൻ കഴിയും. പക്ഷേ യുദ്ധം കഴിഞ്ഞാൽ അത് കാണാൻ പറ്റില്ല. വളരെ വിവരമായിട്ട് ചെയ്ത പണിയാണ്. അതെന്തോ ആവട്ടെ, അങ്ങനെ ഒരു ഇത് കൊടുത്തു. അപ്പോൾ ധൃതരാഷ്ട്രം എന്ത് ചെയ്തു വെച്ചു? അതങ്ങനെ ഉപയോഗിച്ചില്ല, അങ്ങനെ തന്നെ വെച്ചിരുന്നു. യുദ്ധം തുടങ്ങി, വളരെ യുദ്ധം തുടങ്ങി. ഭീഷ്മപർവ, അതായത് 6ാമത്തെ പർവ്വത്തിൽ 23 മുതൽ 28 വരെയുള്ള അധ്യായങ്ങളിലാണ് ഇത് കാണുന്നത്. ചിലവർ കുറച്ച് മുന്നിൽ പറയുന്നുണ്ട്, ചിലവർ കുറച്ച് പിന്നിൽ പറയുന്നുണ്ട്. ഏതായാലും ഭീഷ്മപർവയിലാണ് പറയുന്നത്. അതായത് ഭീഷ്മൻ അർജുൻ അമ്പെയ്ത് ശരശയ്യയിൽ കിടത്തിയ ശേഷമാണ് ഇത് ധൃതരാഷ്ട്ര. ആ സമയത്താണ് ധൃതരാഷ്ട്രർ ഇദ്ദേഹത്തോട് പറയുന്നത്, അവിടെ എന്ത് സംഭവിച്ചു അതെനിക്ക് പറഞ്ഞു തരുമെന്ന്. അപ്പം അത് മധ്യത്തിലല്ലേ സംഭവിക്കുന്നത്? മധ്യത്തിൽ തന്നെ. പക്ഷേ എപ്പോൾ മുതൽക്കാണ്? യുദ്ധം തുടങ്ങിയ മുതൽക്കാണ്, തുടങ്ങുന്നതിന് മുമ്പ് മുതൽക്കാണ്. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേതായുത്സവ മമക പാണ്ഡവ ചെയ്വ കിമ കുറുവത സഞ്ജയ. കുരുക്ഷേത്രത്തിൽ എന്ത് സംഭവിച്ചു, അതായത് ഇന്നേ വരെ എന്ത് സംഭവിച്ചു എന്ന്. അപ്പം ആദ്യം മുതൽക്ക് അയാൾക്ക് കാണണം. അപ്പം ഇതെപ്പോൾ സംഭവിച്ചു? ആദ്യം തന്നെ സംഭവിച്ചു. പക്ഷേ ലോകമറിയുന്നത് വ്യാസഭഗവാനിലൂടെ, ശ്രീകൃഷ്ണനിലൂടെ, കൃഷ്ണനിലൂടെ അർജുനന് ഉപദേശിക്കുന്ന ലോകപ്രസിദ്ധമായ ഭഗവത്ഗീത ലോകമറിയുന്നത് ഭീഷ്മപർവയിലൂടെയാണ്. ഇപ്പോൾ വ്യക്തമായല്ലോ, സംഭവിച്ചത് ആദ്യം തന്നെയാണ്. പക്ഷേ അത് എഴുതി വച്ചിരിക്കുന്നത് ഭീഷ്മപർവാവിലാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരെയും സംശയം അവിടെ കുറച്ചെങ്കിലും ക്ലിയർ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇവിടെ നമ്മളൊന്ന് പറയുന്നുണ്ട്. എന്താണ്? ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേതായുത്സവ. കുരുക്ഷേത്രം ധർമ്മക്ഷേത്രമാണ് എന്ന് പറയുന്നുണ്ട്. അതെങ്ങനെ ധർമ്മക്ഷേത്രമാക്കും? ഒന്ന് ആലോചിച്ച് നോക്കൂ. ധർമ്മം പറഞ്ഞാൽ എന്താണ്? കുരുക്ഷേത്രത്തിൽ ലക്ഷക്കണക്കിലും കോടിക്കണക്കിലും ആൾക്കാർ അവിടെ മരിച്ചു വീണ സ്ഥലമാണ്. ഇതിനു മുമ്പും മരിച്ചിട്ടുണ്ട്, ഇപ്പോഴും മരിക്കുകയാണ്. അങ്ങനെയുള്ള യുദ്ധസ്ഥലം എന്തുകൊണ്ട് എങ്ങനെ ധർമ്മക്ഷേത്രമാവും? ഇത് ഞാൻ എൻ്റെ പഴയ ഇതിൽ പറയുന്നുണ്ട്. പക്ഷെ കേൾക്കാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞു തരണം. അത് ഒരിക്കലും ധർമ്മക്ഷേത്രമാവില്ലല്ലോ. അപ്പോൾ ഭഗവാൻ എന്തുകൊണ്ട് പറയുന്നു? ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേതായുത്സവ മമക പാണ്ഡവ ചെയ്വ കിമ കുറുവത സഞ്ജയ എന്ന് പറയണം. ആ ധർമ്മക്ഷേത്രം, അതിനെ എങ്ങനെ ധർമ്മക്ഷേത്രം അറിയും? ഒരു സ്ഥലത്ത് യുദ്ധം നടന്നാൽ അത് എങ്ങനെ ധർമ്മമാവും? യുദ്ധത്തിൽ 2 ഭാഗത്തുള്ള ആൾക്കാരും ചാവില്ലേ? മരിക്കുന്നത് ധർമ്മമാണോ? അധർമ്മമല്ലേ? അപ്പോൾ കൃഷ്ണൻ എന്തുകൊണ്ട് അത് ധർമ്മക്ഷേത്രം എന്ന് പറയാൻ കാരണം, അല്ലെങ്കിൽ വ്യാസൻ എന്തുകൊണ്ട് അതിനെ ധർമ്മക്ഷേത്രമാക്കി വീഴിച്ചു എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. അത് കുറച്ചുകൂടി വിസ്തരിച്ച് പറയാം. അപ്പോൾ സമയം നിങ്ങൾക്ക് നീളും. അപ്പോൾ എന്താവും?
കാണികൾക്ക് ബോറടിക്കും. അതുകൊണ്ട് അടുത്തതിൽ ഞാൻ പറയാം, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമസ്കാരം. ഇത്രയും നേരം കേട്ടതിന് നമസ്കാരം, നന്ദി. പിന്നെ ഞാൻ ഒന്ന് പറയാൻ ഇവിടെ എൻ്റെ പ്രിയതമായ ഞാൻ പറയുന്ന മലയാളത്തിലാണ്, അവർ സംസ്കൃതത്തിലാണ് ഭാഗവതം വായിക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളടക്കം നിങ്ങൾക്ക് തമിഴിലോ മലയാളത്തിലോ വേണമെങ്കിൽ കിട്ടും. അത് തന്നെ അമർത്തിയിട്ട് നമ്മൾ ഗൂഗിളിൽ പോയി ചോദിച്ചാൽ മതി, ട്രാൻസ്ലേറ്റഡ് ടു ഏത് ലാംഗ്വേജാണോ, തമിഴാണെങ്കിൽ തമിഴ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ഇത് ഞാൻ പ്രത്യേകമായി പറയാൻ വിട്ടുപോയി. അതുകൊണ്ട് ഈ ശ്ലോകം സംസ്കൃതത്തിൽ ചൊല്ലുന്ന അതിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയില്ല. അതിൻ്റെ അർത്ഥം സമ്മറി ഇൻ മലയാളം, സമ്മറി ഇൻ തമിഴ്, സമ്മറി ഏത് ഭാഷയാണോ അത് ഗൂഗിളിൽ ചോദിച്ചാൽ മതി. ചില പേരിൽ മേത്താന്നുണ്ട്, ഓരോ ഇതിലുണ്ട്. പോയി ടച്ച് ചെയ്തിട്ട് ഈ ശ്ലോകം എത്രാമത്താണ് എന്ന് സരസ്വതി നാരായണൻ പറഞ്ഞ ശ്ലോകത്തിൻ്റെ അർത്ഥം ഇന്ന ഭാഷയിൽ വേണം പറഞ്ഞ് നിങ്ങൾ അമർത്തി കഴിഞ്ഞാൽ അവിടെ കിട്ടും. നമസ്കാരം. എല്ലാവരും ചെയ്യുക, അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമസ്കാരം, നന്ദി. ഇതിന് തുടർച്ചയായി ഞാൻ മറ്റേത് പറഞ്ഞു തരാം.